കാസർഗോഡ് ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിൽ വിവരം നൽകിയ യുവാവിന്റെ വീട് ആക്രമിച്ച് ലഹരി കേസ് പ്രതി. ചെങ്കള സ്വദേശി ഉമർ ഫാറൂഖും സഹോദരൻ നയാസും ചേർന്നാണ് വീട് കയറി ആക്രമിച്ചത്. കാസർഗോഡ് മാസ്തിക്കുണ്ട് സ്വദേശി സിനാന്റെ വീടാണ് ആക്രമിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, എപ്പോഴായിരുന്നു സംഭവം? മാത്രമല്ല, ലഹരി കേസ് പ്രതി തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, കാസർഗോഡ് പൂവൽ മാസ്തിക്കുണ്ടിലാണ് ഉമ്മയ്ക്കും മകനും നേരെ വീട് കയറി ആക്രമണമുണ്ടായത്. ലഹരി സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. ലഹരി വിൽപ്പനയ്ക്കെതിരെ ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ആക്രമണമെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ചെങ്കള സ്വദേശികളായ നയാസ്, ഉമറുൽ ഫാറൂഖ് എന്നിവരാണ് ആക്രമണം നടത്തിയത്. മാസ്തിക്കുണ്ട് സ്വദേശി അഹമ്മദ് സിനാൻ, ഉമ്മ സൽമ എന്നിവർക്കാണ് ഇവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വധഭീഷണി മുഴക്കിയ സംഘം ഇരുമ്പ് വടികൊണ്ട് സിനാനെയും ഉമ്മയും മർദ്ദിച്ചുവെന്നും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഉമ്മയ്ക്ക് കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. രണ്ടംഗ സംഘത്തിന്റെ ആക്രമണത്തിന് വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നയാസ്, ഉമർ ഫാറൂഖ് എന്നിവരെ നേരത്തെ ഇവർ ലഹരി വിൽപ്പന നടത്തുമെന്ന് കാണിച്ച് നൽകിയ പരാതിയിൽ പോലീസ് പിടികൂടിയിരുന്നു. സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയതിനു ശേഷമാണ് ഇവർ ആക്രമണം നടത്തിയത്. വീടിന് സമീപം MDMA കച്ചവടം നടക്കുന്നുണ്ടെന്നായിരുന്നു ഇവർ പോലീസിൽ പരാതി നൽകിയതെന്ന് അഹമ്മദ് സിനാൻ പറഞ്ഞു. പോലീസ് റെയ്ഡ് നടത്തിയത് പ്രതികളെ പ്രകോപിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇവർ വധഭീഷണി മുഴക്കിയതായും പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. നിലവിൽ വിദ്യാർത്ഥി പോലീസ് സംഭവത്തിൽ ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്.